അവർക്ക് ലിംഗം റിമൂവ് ചെയ്യുന്നതാണ്. അവിടെ ഒരു ഹോള് മാത്രമാണ്. എന്നിട്ട് ഇവർ മൂത്രം ഒഴിക്കാൻ നേരത്ത് പോയി ഇരുന്നിട്ട് പിന്ന് വെച്ചിട്ട് അവരുടെ അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഹോളിന്ന് വലുതാക്കി കൊടുക്കണം. അതിലേക്കൂടെ മൂത്രവും പഴുപ്പും ചലവും കൂടെ വെളിയിലോട്ട് വരുന്നത്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റത്തില്ല. ഇവർ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുത്ത് പഴുപ്പും വെള്ളം കൂടെ വെളിയിലോട്ട് ചാടുമെന്ന് പറഞ്ഞില്ലേ. എൻ്റെ സൈഡിലുള്ള മരത്തിൽ ഒരു പിടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ആ അവസ്ഥ അതായത് ഇന്ന് കാണുന്ന പല വെള്ളം ഇട്ട അല്ലെങ്കിൽ പുറമേ വെള്ളമുള്ള ആളുകൾ രാത്രിയാകുമ്പോൾ പതുക്കെ തുണിയും പൊക്കിക്കൊണ്ട് ചെല്ലും. എന്നിട്ട് ഇവരെ കയറി പിടിച്ചിട്ട് ഇവരെന്തെങ്കിലും തിരിച്ച് കാശി ചോദിക്കുമ്പോൾ അടിയും കൊടുത്ത് ഇടിയും കൊടുത്ത് വിടുന്നത്. അങ്ങനെ അതിൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ? ഇതായിരിക്കും ട്വിസ്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഇവരുടെ ഒരു 20-30 വയസ്സിനിടയുള്ള ആളുകളെ നമ്മൾ കാണുന്നത് ഫെയിമും അല്ല. നമ്മൾ ചിന്തിക്കണം ആഫ്റ്റർ 20 years. ഒരുപാട് പെൺകുട്ടികളൊന്നും അല്ല. എനിക്ക് തുണി കൊടുക്കാത്ത ഈ കാണിച്ചിട്ട് നടക്കുന്നവളെ എനിക്ക് ഇഷ്ടമല്ല. അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോഴത്തേക്കും ബിക്കിനി ഇട്ടുകൊണ്ടാരും പോകത്തില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് വിവേകക്കേടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഫോൺ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഫോൺ കണ്ടുകൊണ്ട് ആരും എന്താ പറയാ ഞാനും കൂടാൻ പോകത്തില്ല. ഫോൺ കണ്ടുകൊണ്ട് വേറെ പരിപാടിക്കാൻ പോകുന്നത്, ടോയ്ലറ്റിലോട്ടായിരിക്കും പോകുന്നത്. ആ സ്ത്രീ അനുഭവിക്കുന്ന ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഒരാണിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ സമയത്ത് എൻ്റെ ഉമ്മയ്ക്ക് വേണമെങ്കിൽ 2 വിരൽ വെച്ച് എൻ്റെ മൂക്കിലൊന്നും നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കാണത്തില്ല. എൻ്റെ ഐക്യദാരിദ്ര്യം പിടിച്ചവരുടെ മുമ്പിൽ തുണി ഊരി കാണിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഷഡ്ഡി കാണുന്ന പാവാട ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുന്ന സ്ത്രീകളോട് ഞാൻ പറയും, കംഫർട്ട് ആണെങ്കിൽ അത് കാണിക്കേണ്ടത് അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രികളിൽ പോയി കാണിക്കട്ടെ. പണ്ട് പാട്ട് വീഡിയോ റീൽസ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന പല പെൺപിള്ളേരും ഇന്ന് അവരുടെ തുണിയുടെ അളവ് കുറച്ചു. തുണി കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടും. ഞരമ്പ് രോഗത്തെ മുതലെടുത്തുകൊണ്ട് തുണി ഊരി കാണിച്ചിട്ട് ഞങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ലാത്ത. അതാ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയൊക്കെ അതാ നമ്മുടെ ശരീരം വിൽക്കണമെന്നല്ല, നമ്മുടെ ശരീരത്തെ അധ്വാനത്തായിട്ട് വിൽക്കണം. മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി ചാരത്ത് കരം പിരിക്കാൻ നമ്പൂരി വന്നപ്പോ വരിയുടച്ചൊരു പെണ്ണിന്റെ നാട്ടിൽ. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിവിധ വിഷയങ്ങളിൽ എന്നും പ്രതികരിക്കുന്ന തൻ്റെതായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു ബ്ലോഗറും ഇൻഫ്ലുവൻസറും ഒക്കെയാണ് അൽത്താഫ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും അൽത്താഫ് വേറെ ഉണ്ട്. അൽത്താഫ് നടൻ. അതാ പെട്ടെന്നില്ലേ പറയുമ്പോ ഒരു ഇത് വരും. അൽത്വാഫ് പെട്ടെന്ന് കിട്ടില്ല. അക്ഷരം കൂടുതലുള്ളെങ്കിലേ ഉമ്മിച്ച പേരിട്ട് അങ്ങനെ തന്നെ മിക്കവാറും അന്ന് അൽത്താഫും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്കൂളിൽ ഈ അൽത്വാഫ് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ അറബ് ആകുമ്പോഴേ അക്ഷരത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ 2 അക്ഷരമാണ്. അപ്പൊ എന്താണ് പേരിന്റെ അർത്ഥം? നമുക്ക് ഇനിയിപ്പോ ചോദിക്കണം. എന്തോ മഹാനെന്നൊക്കെയാണെന്ന് തോന്നുന്നു. മഹാനാണോ? ആയിരിക്കാം, മഹാനാണ്. പക്ഷെ ഇപ്പൊ നാട്ടുകാർ അതേതായാലും ഇഷ്ടപ്പെട്ടു. ചിലർ അങ്ങനെ നമ്മള് പെട്ടെന്ന് പറയണം. അപ്പൊ ശരിക്കും അൽത്വാഫ് വ്ലോഗ് ശരിക്കും തുടങ്ങിയിട്ട് ഇപ്പോ എത്ര വർഷമായി? 2017 ഒക്കെ സമയത്താ. പക്ഷെ ചാനലിൽ ഫസ്റ്റിലെ ചാനൽ വീഡിയോ ഇട്ട് 2011 മുതലാണ് കണ്ടന്റ്. 2011 കണ്ടന്റ് ഒന്നും ഇങ്ങനെ വീഡിയോ ഇട്ട് വരണമെന്ന് വിചാരിച്ച 2017 സമയമൊക്കെ ആയി. ഒരു 6-7 വർഷമായി. ഇഷ്ടപ്പെട്ടൊരു റാപ്പർ ആരാ? അങ്ങനെ ഞാനൊരെണ്ണം ശ്രമിക്കുന്നുണ്ട്, വരും ഉടനെ. ഞാനൊരെണ്ണം ഇറക്കിയിട്ടുണ്ട്, ഉടനെ വരും. ശരിക്കും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും ഇപ്പൊ റാപ്പർമാരാവും. റാപ്പൊന്നുമല്ല, എന്റെ മനസ്സിൽ തോന്നിയത് അത് ചെറിയൊരു സംഗീതം പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇറക്കണം. പാടുന്നുണ്ടോ? മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി ചാരത്ത് കരം പിരിക്കാൻ നമ്പൂരി വന്നപ്പോ വരിയുടച്ചൊരു പെണ്ണിന്റെ നാട്ടില്. ഈ ബാക്കി ഞാൻ ഇറക്കുമ്പോ കണ്ടാവും. അത് നല്ല, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. അതെനിക്ക് പറയാൻ ഉണ്ടായ വരികളാ. അപ്പൊ ഈ മുല മറച്ച കാര്യം പറഞ്ഞപ്പോഴാണ്, എപ്പോഴും പണ്ടൊക്കെ മുലക്കച്ച കെട്ടി നടന്നവര് ഇപ്പം എന്താ പറയാ തുണി അഴിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളൊന്നും അല്ല. എനിക്ക് തുണി കൊടുക്കാത്ത ഈ നടക്കുന്നവളെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ തള്ള അങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടില്ല. തള്ളയെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അമ്മയെ അങ്ങനെ പറഞ്ഞു കേട്ടോ. അത് തെറ്റായിട്ടും ധരിക്കണ്ട. എന്റെ ഭാര്യയോ എന്റെ പെങ്ങളോ അങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കത് വലിയ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ആയിക്കോട്ടെ. പക്ഷെ അത് എന്താ പറയാ, ഒരു ബീച്ചിലാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ഞാൻ എന്താ പറയാ കോവളം ബീച്ചില് വർക്കല ബീച്ചിലൊക്കെ പോയി മാതാമ്മമാരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അവർ ഈ പറയുന്ന 2 പീസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അവിടെ എനിക്കൊന്നും തോന്നത്തില്ല, ആർക്കും തോന്നത്തില്ല. പക്ഷേ അതൊരു സ്കൂളില്, UP സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എനിക്കത് വ്യത്യാസം തോന്നും. അതേ ഞാൻ പറയുന്നുള്ളൂ. ഓരോരുത്തർക്ക് എന്തിടണം എന്നുള്ളത്. ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോഴത്തേക്കും ബിക്കിനി ഇട്ടുകൊണ്ടാരും പോകത്തില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് വിവേകക്കേടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. ഇത് ഓർത്തഡോക്സ് ഒന്നുമല്ല. അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയട്ടെ, സ്വന്തം ശരീരത്തെ ഇന്റൻഷനലി ഇന്ന ശരീരങ്ങൾ, അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിലേക്ക് എന്റെ ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങൾ കാണിച്ചാൽ എനിക്ക് റീച്ച് ആവുമെന്ന് കണ്ടുകൊണ്ട് അവർ ശരീരത്തെ കാണിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ട് ഇൻസ്റ്റയിലും ഒക്കെ. മാങ്ങ ചേച്ചി, അതുപോലെ തന്നെ സുനി നമ്പ്യാര്, അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. പേര് പറയാത്തതാ. അങ്ങനെയുള്ള ആളുകൾ ഇൻഡയറക്ട്ലി അവരുടെ ശരീരത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്നേ. അത് അവർ സമ്മതിക്കാന്ന് അങ്ങനെ തന്നെ പറയുന്നത്. എന്താ എന്നിട്ട് അവർ അതാരെങ്കിലും ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ ഒരാളുടെ വസ്ത്രം അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. എല്ലാവരുടെ വീഡിയോസും കാണാറുണ്ട്. പിന്നെ ഞാനതൊക്കെ ആസ്വദിക്കും.
ഞാനതൊക്കെ ആസ്വദിക്കും. കാര്യം എന്ന് എന്നിട്ടാണ് പറഞ്ഞാൽ കുറ്റം പറയുന്നത്. കുറ്റം പറയാൻ എന്തുവാ, ഫോൺ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഫോൺ കാണുന്നത് ഞങ്ങള് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഹാളിൽ റൂമിൽ ഇരുന്നിട്ട് കുടുംബമല്ല കാണുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോ ഉണ്ടാ. ഫോൺ എന്തിനാ അവർ ഇറക്കിയത്? കാണാൻ വേണ്ടിട്ടല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്, മീൻഷയും കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അത് എന്ന് പറയുന്നത് ആ മൈൻഡിലാണ് കാണുന്നത്. ഫോൺ കണ്ടോണ്ട് ആരും എന്താ പറയാ ധ്യാനം കൂടാൻ പോകത്തില്ല. ഫോൺ കണ്ടോണ്ട് വേറെ പരിപാടിക്കാ പോകുന്നത്, ടോയ്ലറ്റിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത് ഓരോരുത്തർക്ക് ഓരോന്ന് ഇന്നുണ്ട്. അപ്പൊ കണ്ട് ആസ്വദിച്ചില്ല ആ മൈൻഡിലാണ് കാണുന്നത്. അപ്പൊ സ്ത്രീകൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം? സ്ത്രീകൾ എങ്ങനെയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അവർ ഒരിക്കലും അവരുടെ ശരീരത്തെ, ഞാൻ പുരുഷന്റെ കാര്യത്തിലും കൂടെ വരാം, സ്ത്രീ ആക്കണ്ട. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞാൻ സ്ത്രീകളെ, ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു പുച്ഛമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മയാ. അപ്പൊ പിന്നെ എനിക്ക് സ്ത്രീകളോട് പുച്ഛം വരത്തില്ലല്ലോ. ആരും കമന്റിലൂടെ വരത്തില്ല. ഇല്ല, എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് കമന്റ് വരുന്ന പെൺപിള്ളാരാ. എനിക്ക് ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം അതിനകത്ത് കമന്റ് ചെയ്യുന്ന പെൺപിള്ളാരാ. സ്ത്രീകളോട് പുച്ഛമില്ല, ഒരു പുച്ഛമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഉമ്മയാ. പിന്നെ അങ്ങനെ എനിക്ക് പുച്ഛം വരുന്നത് ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ പെൺപിള്ളേർക്കാ. ആമ്പിള്ളാരുടെ അടുത്ത് കൂടുതൽ മെസ്സേജ് അയക്കുന്നത് ചേട്ടാ 50 രൂപ 100 രൂപ വരുമോ ചോദിച്ചു കാര്യസാധ്യങ്ങൾക്ക്. പക്ഷെ പെൺപിള്ളേർ ഒരു 100-ൽ ഒരാളെ അങ്ങനെ ചോദിക്കും. ബാക്കിയുള്ളവരെല്ലാം അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യം അറിയാനോ അവർ മെസ്സേജ് അയക്കത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അവർക്ക് ഒരു പടി മുന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ജീവിതത്തിൽ ഒരിക്കലും പീരീഡ്സിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നില്ല. 9 മാസം ഒരിക്കലും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടി വരുന്നില്ല. എന്റെ ഭാര്യ പ്രസവിച്ച സമയത്ത് എനിക്കറിയാം 9 മാസം അവർ മാറ്റി വെക്കേണ്ടി വന്ന കാര്യങ്ങൾ. അവർക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല. അവരനുഭവിച്ച വേദന, ബുദ്ധിമുട്ട്, അവസാന നിമിഷം ആ ഒരു എന്താ പറയാ പ്രസവിക്കാനായിട്ട് ആ ഒരു തിയേറ്ററിലേക്ക് കയറ്റിയ സമയത്ത് എന്നെ കൂടെ കയറ്റി. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താ, ഇത് നമുക്ക് വലിയ പ്രോസസ്സിനെ അറിയത്തില്ല. അപ്പൊ മാക്സി ഇട്ടേക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ കാലിന്റെ ഇതിലേക്കൂടെ ബ്ലഡ് താഴോട്ട് ഒലിക്കുകയോ ചെയ്യുന്നത്. അത്രയും നേരം കട്ടിയായിട്ട് നിന്ന ഞാൻ ആ സമയത്ത് അവളെന്റെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചു. ആ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അവരനുഭവിച്ച വേദന എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ഉമ്മ അനുഭവിച്ച വേദന എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പെങ്ങൾ അനുഭവിച്ച വേദന എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ സ്ത്രീ അനുഭവിക്കുന്ന ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഒരാണിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു തന്തയെന്ന രീതിയിൽ ഒരു പക്ഷേ ആ കൊച്ചു രാത്രി കിടന്ന് കരയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 6 മാസം വരെ രാത്രി തള്ള ഉറക്കത്തില്ല, പകലുറക്കത്തില്ല. രാത്രി 9 മണിയാകുമ്പോൾ കൊച്ചു ഉണർന്നിരുന്നാൽ രാത്രി 3-4 മണി വരെ ഉണർന്നിരിക്കും. അതിനുശേഷം അരമണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ ഈ സമയത്ത് ഞാൻ അപ്പുറത്ത് മുറി പോയി കിടന്നുറങ്ങും. എന്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങി നിൽക്കാന്ന് അവള് പറയും. ഉറങ്ങാൻ പറ്റാത്തോണ്ട് ആ കരച്ചിൽ കരഞ്ഞോണ്ടിരിക്കും കൊച്ചു, തള്ള ഉറക്കുന്നില്ല. എന്നിട്ട് എല്ലാം മിക്കവാറുള്ള പിള്ളേരെല്ലാം അങ്ങനെ. ഞാൻ പറയുന്നേക്ക് ആ സമയത്ത് പോലും എന്റെ ഭാര്യ എന്നോട് പറയുന്നത് ഇക്ക പോയി കിടന്ന് ഉറങ്ങിക്കോളാനാ. ഇത് തന്നെയായിരിക്കും എന്റെ ഉമ്മ എന്റെ വാപ്പാടും പറഞ്ഞിട്ടുണ്ടാവുക. ആ സമയത്ത് എന്റെ ഉമ്മയ്ക്ക് വേണമെങ്കിൽ 2 വിരൽ വെച്ച് എന്റെ മൂക്കിലൊന്നും നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിന്ന് ഇവിടെ കാണത്തില്ല. ആലോചിച്ച് നോക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വയറ്റിൽ എന്നെ കയറ്റുന്ന സമയത്ത്, വയറ്റുള്ള സമയത്ത് ഇച്ചിരി കടച്ചയ്ക്ക് നിന്നിരുന്നെങ്കിലോ നല്ലതുപോലെ ഒന്ന് ഓടിയിരുന്നെങ്കിലോ, ഞാൻ ഓമയ്ക്ക് നിന്നിരുന്നെങ്കിലും ഞാനിവിടെ കാണത്തില്ല. അതൊന്നും ഇല്ലാതെ ഈ തള്ള എന്നെ ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാര്യ എന്റെ കുഞ്ഞിന് വേണ്ടി അത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ സൃഷ്ടിപ്പിൽ ഏറ്റവും മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ സ്ത്രീയാണെന്ന് തന്നെ പറയും. ആ സ്ത്രീകള് സ്വന്തം ശരീരത്തെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ, ഈ ലൈംഗികതാചര്യം പിടിച്ചവരുടെ മുമ്പിൽ തുണി ഉരി കാണിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഈ ബിൻഷാന്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലൊരു തോന്നുന്നില്ല. നിങ്ങളിവിടെ ബിക്കിനി ഇട്ടുകൊണ്ടിരുന്നാൽ ഞാൻ കുറ്റം പറയും. കാര്യം ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇന്ന് എല്ലാവരും കൈ മൊബൈലുണ്ട്. 15 വയസ്സുള്ളത്, 20 വയസ്സുള്ളത്, 50 വയസ്സുള്ള എല്ലാവരും കൂടെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ഇടങ്ങളിൽ വന്നിട്ട് ഷഡ്ഡി കാണുന്ന പാവാട ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുന്ന സ്ത്രീകളോട് ഞാൻ പറയും, എനിക്കത് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അവരുടെ കംഫർട്ട് ആണെങ്കിൽ അത് കാണിക്കേണ്ടത് അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രികളിൽ പോയി കാണിക്കട്ടെ, അല്ലെ അങ്ങനത്തെ ലോകത്ത് പോയി കാണിക്കട്ടെ. ഇവിടെ കാണിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഇല്ല, പറ്റത്തില്ല. അതിന് ചോദ്യം ഞാൻ പറയും, ബിക്കിനി ഇട്ടുകൊണ്ട് നിങ്ങൾ പറതി ഇട്ടുകൊണ്ട് കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ അടുത്ത് എന്ത് ധരിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ നോക്കി അറിയാം. പണ്ട് പാട്ട് വീഡിയോ, റീൽസ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പല പെൺപിള്ളാരും ഇന്ന് അവരുടെ തുണിയുടെ അളവ് കുറച്ചു. പലരും അറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയാവത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തുണി കുറഞ്ഞു കഴിഞ്ഞാൽ ആള് കൂടും, റീച്ച് കൂടും. അത് തന്നെ പല ആൺപിള്ളാരും അവരുടെ വീഡിയോയിലേക്ക് വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ ആഡ് ചെയ്തു. എന്തുകൊണ്ടാ? അത് കാണാൻ ആളുണ്ട്. ആ ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹം അപ്പുറത്തുണ്ട്. യുവാക്കൾ, ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ചോദിക്കും ആണുങ്ങളുടെ തെറ്റാണ്? തെറ്റ് തന്നെയാണ്. ഞാൻ പോലെയുള്ള, എന്നെ പോലെയുള്ള ഒരു വിഭാഗം ആണുങ്ങളുടെ തെറ്റാണ്. നോക്കുവാണ്. ഞാൻ പറയട്ടെ, എന്റെ കാര്യമല്ല, ഞാൻ നോക്കും. എനിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന കാഴ്ചയിലൂടെ. പുരുഷന്മാർക്കെല്ലാം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന കാഴ്ചയിലൂടെ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ഇമോഷനിലൂടെ. സ്ത്രീക്ക് ഒരു പെണ്ണിനെ കണ്ട ഉടനെ, ഒരാണിനെ കണ്ട ഉടനെ പോയി തോന്നില്ല. അവർക്ക് അടുപ്പം തോന്നി, ഇഷ്ടം തോന്നി. അവർക്ക് ചിലപ്പോൾ അവരുമായിട്ട് ഒത്തിരി ചിലപ്പോൾ വയസ്സിന് വ്യത്യാസമുള്ളവരാണെങ്കിലും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണെങ്കിലും അവർക്ക് ആത്മബന്ധം തോന്നിക്കഴിഞ്ഞാൽ അടുപ്പൊന്നും ഇഷ്ടം തോന്നിയില്ല, അതുണ്ടാവത്തുള്ളൂ. അല്ലാതെ എത്ര വലിയവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ലൈംഗിക ബന്ധം തോന്നത്തില്ല. പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും അല്ല, അവർക്കൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ലേ തുണി ഞരമ്പ് രോഗമല്ലേ അത് ഞരമ്പ് രോഗം. ആ ഞരമ്പ് രോഗം ഉള്ള ഒരു സമൂഹത്തിലേക്ക് ആ ഞരമ്പ് രോഗത്തെ മുതലെടുത്തുകൊണ്ട് തുണി ഊരി കാണിച്ചിട്ട്
ഞങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ലാതെ. പിന്നെ കംഫർട്ടായിട്ട് ചില സ്ത്രീകൾ ഇടുന്നുണ്ട്. ഒരു പുറത്തൊക്കെ ജീവിച്ചു വന്നവർ അവരുടെ രീതിയിൽ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഒരാൾ അവരുടെ ഡ്രസ്സ് ഇടുന്നതും അല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പിടിച്ചിരുന്നതും കാണുമ്പോൾ നമുക്കറിയാം അത് അവർക്ക് അത് കാണിക്കണം, എങ്ങനെയും ഒന്ന് മാർക്കറ്റ് ചെയ്യണം, എങ്കിൽ അത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അന്ന് എതിർക്കുക. അതാ ഞാൻ പറഞ്ഞത്, മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി. അത് മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലമായിരുന്നു. അപ്പോൾ ആ നങ്ങേലി വന്നിട്ട് അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് മാർത്തു തുണി ഇടാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നോക്കിക്കോ, തുണി ഇട്ടാതെ എടുത്ത് കളയും. ഇന്ന് ഞാൻ പറയട്ടെ, സ്ത്രീകളൊന്നും തുണി ഇടണ്ടാന്നൊരു നിയമം വരുന്നിരിക്കട്ടെ. സ്ത്രീകളൊന്നും തുണി ഇടണ്ട, ആണുങ്ങൾ ഇവിടെ തുണി ഇടണ്ട നിയമം വരട്ടെ. നാളെ ഇവിടെ ആളുകളെല്ലാം മൂടി പോച്ചോണ്ടിറങ്ങും പുറത്തോട്ട്. അതാണ് ഇവിടുത്തെ ഒരു, അതായത് ഇവിടെ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. പണ്ട് എന്താ പറയാ, ആ നങ്ങേലിയെ പോലുള്ളവരൊക്കെ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കാണുമെങ്കിൽ ലജ്ജിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ചില ശരീരത്തിന് നമ്മൾ പലരും ശരീരം എന്താ തോന്നുന്നത്, അന്നത്തെ ആൾക്കാരില്ലേ മുലക്കരം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് മുന്നിലാണല്ലോ നങ്ങേലി മുലയർത്ത് കൊടുക്കുന്നത്. അപ്പൊ അന്ന് ഒരു ഷോൾ ഇടാൻ പറ്റില്ല, ഒരു തോർത്തിടാൻ പറ്റില്ല. അവരൊക്കെ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കാണുവാണെങ്കിൽ ലജ്ജിക്കും എന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും ലജ്ജിക്കത്തില്ല. അവരെന്തിനു വേണ്ടിയിട്ടായി കടന്ന് മുലയർത്ത് കൊടുത്തത്? അതൊരു സാങ്കല്പികമായിരിക്കാം, പക്ഷെ എന്തിനു വേണ്ടി അവർ ചെയ്തേ? അത് എന്തിനു വേണ്ടി ചെയ്ത? മറക്കാനുള്ള അവകാശത്തിന്. പക്ഷെ ഇന്നെന്തോ കാണിക്കുന്നേ? അത് തോന്നുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം വിഷമം തോന്നുന്നത്. നമ്മൾക്ക് പറഞ്ഞില്ലേ, ഒരു തുണി ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അത് നമ്മൾ നമ്മുടെ ശരീരത്തെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമായി വിൽക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നിൻ്റെത് ഇന്നെ ഇപ്പോൾ ആളുകൾ ഇപ്പം ഞാൻ ഒരു ബെർമൂഡ ഇട്ടുകൊണ്ട് നടന്നാലോ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടന്നാലോ ആരും കാണത്തില്ല കാര്യം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ പെണ്ണിന് അങ്ങനെ ഒരു പെമ്പിളാറ നേച്ചർ. പക്ഷെ എന്നെ പോലെ ഒരു വിഭാഗം ആണുങ്ങൾക്ക് കുറച്ച് തുണിയൊക്കെ ഇല്ലാതെ വന്ന അവളെ കാണുമെന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. കാര്യം അങ്ങനെയാണ് അതിന്റെ പുരുഷന്റെ രീതി തന്നെ അങ്ങനെയാണ്. അതിനെ മുതലെടുത്തുകൊണ്ട് തന്നെ ഇവനെ കാണിക്കണം, ഞാൻ ഇച്ചിരി തുണി കുറച്ചുകൊണ്ടെന്ന് എനിക്ക് റീച്ച്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ പറയട്ടെ, ബിൻഷയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സ്വന്തം ശരീരത്തെ, നമ്മുടെ അവകാശം ശരീരം എന്ന് പറയുന്ന ആ ശരീരം എന്താണ്, എന്തിടണം, ആര് കാണണമെന്നുള്ളതല്ല അവകാശം, ആരെ കാണിക്കണം, ആര് കാണണമെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മളാ വിചാരിക്കേണ്ടത്. ആരൊക്കെ കാണണം, എല്ലാവരും കാണണമെന്നുള്ളതല്ല, ആര് കാണണം എന്നുള്ളതാണ് നമ്മുടെ അവകാശം. അങ്ങനെ ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് അവകാശം. അതെ, അത് ഞാൻ സ്ത്രീകൾക്ക് എതിരൊന്നുമല്ല. അത് പലപ്പോഴും അങ്ങനെ പറഞ്ഞു വരുമ്പോഴേ പുരുഷന്മാരും ഇല്ലേ അങ്ങനെ എന്താ പറയാ ഡ്രസ് ഇടാൻ. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സത്യം പറയാലോ. എനിക്ക് തൊട കാണിക്കുന്ന നിൽക്കരുതെന്ന് എനിക്ക് ഇഷ്ടം. ഏതെങ്കിലും വീഡിയോ നോക്കണം, ഞാൻ മുട്ടിനാളുടെ ഡ്രസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് ആണുങ്ങളും തൊട കാണിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അവർ കാണിക്കുമായിരിക്കാം, എനിക്ക് എന്തോ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന് നിങ്ങൾ ആലോചിക്കും, ഞാൻ നിക്കറിട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയട്ടെ, എനിക്കത് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ അവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരുന്നു. അവർ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടോണ്ടാ. അവര് നാളെ ഒരു ഇത്രയുള്ളൊരു ബെന്നിന് വിട്ട് ഒരു നിക്കർ വിട്ടുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ആളുകൾ പോവും. പക്ഷെ ആ സിനിമയിൽ ഒരു നടി വന്നിട്ട് പകുതി തുറന്നിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. അതെന്താ അങ്ങനെ വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അത് വ്യത്യാസം. സ്ത്രീകൾ അത് കാണിക്കുമ്പോൾ നല്ല ശരീരമാണ്, അതെന്താണെന്നറിയാവോ? നാളെ ഞാൻ പറയട്ടെ, എല്ലാ സ്ത്രീകളും ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും ഇതിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലേ ഇത് കാണിക്കണം. അതായത് ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവർ കാണിപ്പിൽ നിർത്തും. അതായത് പെണ്ണുങ്ങളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ കാണിക്കുന്നത്. നിങ്ങളുടെ അവകാശമാണെന്ന് പറയും. അല്ല, ഹണീസ് റോസിന്റെ വിഷയത്തിൽ ബോച്ചെ ചെയ്തതെന്ന് പറഞ്ഞാൽ ബോച്ച ഡബിൾ മീനിങ്. ബോച്ചയുടെ ഞാൻ ഡയറക്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോച്ച എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ അന്നേ പറഞ്ഞെടുത്തേ, ബോച്ച ഹണി റോസിനോട് മാത്രമല്ലല്ലോ, പല പെൺകുട്ടികളോടായാലും അദ്ദേഹത്തിന്റെ എല്ലാം ഡ്യുവൽ മീനിങ്. ഹണി റോസിന്റെ ഒരു വിഷയം മാത്രമല്ല, ഹണി റോസ് പ്രതികരിച്ചു എന്നുള്ളതാണ്. ബോച്ച അത് അങ്ങനത്തെ അർത്ഥം അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിൽ സംശയം ഇല്ലാത്ത കാര്യമാണ്. പിന്നെ ഹണി റോസ് അവർ വന്നിട്ട് അവർ നമ്മളാരും പിടിക്കാനോ ഒന്നും വന്നില്ലല്ലോ. അവർ വസ്ത്രം എങ്ങനെ ഇട്ടാലും എങ്ങനെ ഇട്ടില്ലെങ്കിലും അത് വേണമെങ്കിൽ അതിന് അദ്ദേഹത്തിന് പറയാനാണെങ്കിൽ മാന്യമായ ഭാഷയല്ലല്ലോ ഉപയോഗിച്ചത്, വളരെ മോശമായിട്ടുള്ളതല്ലേ. അവിടെ ഹണി റോസിനോടൊപ്പം നിൽക്കുന്നതിലുപരി അവിടെ ബോച്ച കാണിച്ച ഡുവൽ മീനിങ്. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ പിടിച്ച് അത്രയും അകത്തിട്ടു എന്നുള്ളതൊക്കെ അതിൽ എനിക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണമൊക്കെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ശരിക്കും അത് അവരുടെ അവകാശമല്ലേ? ശരിക്കും അതെ, അത് അവരുടെ അവകാശമാണ്. അത് അവരുടെ അവകാശമാണ്. അതിൽ അവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവരുടെ കംഫർട്ടാണ്. അവർക്ക് ഈ പറയുന്ന ബിസിനസ് വരുന്ന സമയത്ത് അവരുടെ ശരീരം അവർക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനെ വിമർശിക്കാൻ ഒരാൾക്ക് വേണമെങ്കിൽ, ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞല്ലോ, രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞു നിങ്ങൾ ഇടുന്നത് സാരി ഇങ്ങനെ ധരിക്കുന്നത് ഇന്ന സിനിമയിലെ ഒരു നടി ധരിക്കുന്നോട്ടല്ല സാരി എന്ന് പറഞ്ഞു. അയാളെന്താ അറസ്റ്റ് ചെയ്യാഞ്ഞേ? അയാളെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഓരോ കാര്യം പറയേണ്ടതിന്റെ രീതിയുണ്ട്. പറയാം, ഇപ്പൊ ഹണി റോസിനോട് ഇപ്പൊ പരിചയമുള്ള ഒരാളാണെങ്കിൽ പറയാം, ഹണി റോസെ നിങ്ങൾ ചെയ്യുന്നതിലേ കുറച്ച് നിങ്ങളെ നല്ല ക്യൂട്ടാണ്, പക്ഷെ അതിലൊന്ന് ശ്രദ്ധിക്കണേ. ഇതും അതിനപ്പുറത്തേക്ക് നിങ്ങൾ മറ്റേതുപോലാന്നൊക്കെ പറയുന്നത് ഇത് രണ്ടാ. എങ്ങനെയാണ് ഒരാളോട് ബിഹേവ് ചെയ്യുന്നത്? പിന്നെ അല്ലാതെ അത് ഒരാൾ നന്നാവണമെന്ന് പറഞ്ഞ് വിമർശിക്കും. എന്റെ കമന്റ് വന്നപോലെ ഒരാൾ നന്നാവണമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതും നശിച്ചു പോകണമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതും രണ്ടാ. നന്നാവണമെന്ന് പറഞ്ഞ് വിമർശിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് വിളിച്ച് പറയാം നീ ചെയ്ത് തെറ്റാ. അതിനപ്പുറത്തേക്ക് ഇത് എന്തെങ്കിലും ആവട്ടെ നമുക്കായാൽ മതി എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ സ്ത്രീകൾക്കെതിരല്ല ഒരിക്കലും. എനിക്കങ്ങനെ സ്ത്രീകൾക്കെതിരാവാൻ പറ്റും? എന്നിലൊരു സ്ത്രീ ഉണ്ടല്ലോ, താല്പര്യം എന്നിൽ സ്ത്രീ ഇല്ലേ,
ഈസ്ട്രജൻ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർ ടെസ്റ്റോസ്റ്ററോൺ എന്റെ അളവ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. ഈസ്ട്രജൻ എന്ന സ്ത്രീ, എന്റെ അമ്മ എനിക്കില്ലേ, ഞാനതല്ലേ. അപ്പൊ എന്നിൽ സ്ത്രീ ഉണ്ട്, സ്ത്രീ ഇല്ലാതെ വരത്തില്ല. നേരത്തെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്തു. നേരത്തെ ഈ അടുത്ത് കൊച്ചിയിലൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഇഷ്യൂ വന്നു, ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്രമിച്ചവര് തുടയൊക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പോ അതില് 2 വിധത്തിൽ പറയുന്നുണ്ട്. അവര് പെപ്പർ സ്പ്രേ അടിച്ചിട്ടാണ് അവര് അങ്ങനെ ആക്രമിച്ചതെന്നൊക്കെ. അപ്പൊ ശരിക്കും അവരെ ഇങ്ങനെ അതിക്രമിക്കുന്നതിൽ എന്താ പറയാനുള്ളത്? അല്ലേ, ഞാൻ പറയട്ടെ, ഇവരിപ്പം പലരും പറയുന്നത് പറഞ്ഞാൽ അവര് വരുന്നവരെ കാശ് പിടിച്ച് പറിക്കുന്നു, റോഡിൽ നിൽക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, ഇവര് റോഡിൽ ഞാനും കണ്ടിട്ടുണ്ട് ഇവര് അങ്ങ് ഇങ്ങനെ നിൽക്കുന്നത്. ആ റോഡില് രാത്രി 9 മണി കഴിഞ്ഞോ 10 മണി കഴിഞ്ഞോ അവരുടെ അടുത്ത് ഈ ഒരു ദൂരത്തിൽ ചെല്ലാതെ പെപ്പർ സ്പ്രേ അടിക്കുവോ? അവരുടെ അടുത്ത് ചെല്ലുന്നോണ്ടല്ലേ അടിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഇവരുടെ അടുത്ത് ചെല്ലും. അതായത് ഇന്ന് കാണുന്ന പല വെള്ള ഇട്ട, അല്ലെങ്കിൽ പുറമേ വെള്ളയുള്ള ആളുകൾ, വെള്ളാന്ന് ഉദ്ദേശിക്കുന്നത് വെള്ള ഡ്രസ്സൊക്കെ അല്ല, വെള്ള മാന്യതയുടെ വസ്ത്രം വന്നുള്ള, അങ്ങനെ വെള്ളം ധരിക്കുന്ന ആളുകൾ പല രാഷ്ട്രീയക്കാരല്ല കേട്ടോ. അങ്ങനെ പുറമേ ഒരു മൈൻഡുള്ള ആളുകൾ രാത്രിയാകുമ്പോൾ പതുക്കെ തുണിയും പൊക്കിക്കൊണ്ട് ചെല്ലും. എന്നിട്ട് ഇവരെ കയറി പിടിച്ചിട്ട് ഇവരെന്തെങ്കിലും തിരിച്ച് കാശ് ചോദിക്കുമ്പോൾ അടിയും കൊടുത്ത് ഇടിയും കൊടുത്ത് വിടുന്നത്. അത് അങ്ങനെ ആണെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ? എന്ത് കഷ്ടമാ. മനുഷ്യരെല്ലാം നല്ലതല്ല, രണ്ടുണ്ട്. അത് ട്രാൻസും മനുഷ്യരല്ലേ, ഇതല്ല, രണ്ടുണ്ട്. അപ്പൊ അതിൽ ഇവരുടെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുത്തിട്ട് ഇവരെ പിടിച്ച് പറിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച നാണക്കേടല്ലയോ? അപ്പൊ ആലോചിച്ച് നോക്കും. ഇവർക്കൊക്കെ പലർക്കും ഇതിനകത്ത് കൂട്ടത്തില് ഈ പറയുന്ന കൂട്ട് റോഡിൽ പോയി നിൽക്കാതെ ജോലി ചെയ്ത് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവർക്ക് ഹോർമോൺ എടുക്കണം, കൃത്യമായി ഇത്ര ചികിത്സ വേണം. അപ്പൊ അതിനുള്ള കാശ് ഇവർക്ക് വേണ്ടേ? എക്സ്പെൻസ് വേണം. ഈ എക്സ്പെൻസിനുള്ള കാശ് ഇവർക്ക് ജോലി ചെയ്യാൻ ആരെങ്കിലും അങ്ങനെ എത്ര പേര് നമ്മൾ കാണുന്നു, എത്ര ഹോട്ടലിൽ ഇവരെ കാണുന്നുണ്ട്, എത്ര എന്താ പറയട്ടെ, നമ്മൾ കടകളിൽ ഇവരെ കാണുന്നുണ്ട്. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ചില ആളുകളുടെ ഭാഗത്ത്. പക്ഷെ ജോലി കൊടുക്കുന്നില്ല. കൊടുത്ത നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലർ അടുപ്പിക്കത്തുമില്ല. അപ്പൊ ഇത് നല്ല ചീത്തയാണ്. അപ്പൊ ഇവര് ചീത്ത കാരണം നല്ലവർക്കൂടെ പറ്റുന്നില്ല, നല്ലവരെ പക്ഷെ ചീത്തയാണെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ മനുഷ്യർ പിന്നെന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കൂടെ ആണും പെണ്ണും ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ചെറിയ അളവ് നമ്മൾ കണ്ടെത്താത്ത. ഇവരെന്ന് പറഞ്ഞാൽ ചെറിയൊരു അളവാ, ആ അളവിൽ ഉള്ളവരെ ചെറുത് മാത്രം കണ്ടെത്തി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊന്നും നമ്മൾ ഇതിനകത്ത് ആഹാരം മേടിച്ച് ചെല്ലുന്നില്ല. നമ്മുടെ വീട്ടിലോട്ടെങ്ങനെ വരുന്നു ഏതെങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും ഞങ്ങൾക്ക് ആഹാരം മേടിച്ച് അരി മേടിച്ച്, ഇല്ല ഇവരുടെ കുടുംബം നമ്മൾ നോക്കുന്നുണ്ടോ, ഇവരെങ്ങനെ ഉറങ്ങുന്നുണ്ട്, ഇവരെങ്ങനെ കഴിയുന്നുണ്ട്, ഒരു ദിവസം ആഹാരം കഴിച്ചോ, നമ്മളൊന്നും നോക്കുന്നില്ല. ഇവരൊന്നും ഒരു കാര്യങ്ങളും ഇടപെടുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവരെ കുറ്റം പറയാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ള? ഒരു യോഗ്യതയും ഇല്ല. അവരെ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ അവരുടെ മേളിൽ തീർക്കുവാണ് ഇപ്പോഴത്തെ. ഇപ്പൊ ഇല്ല പയ്യന്മാരുടെ കാര്യത്തിൽ ചോദിക്കും, നിനക്ക് അവർക്ക് ആഹാരം നീ കൊടുക്കുന്നില്ലല്ലോ, ഇത് പറയാൻ എന്ത് യോഗ്യത? അവിടെ ഞാൻ പറയുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് ആരും വന്ന് നിന്നിട്ട് അവരുടെ വീഡിയോയിൽ വന്ന് നിന്നിട്ട് പാടും ദുരിതവും കഷ്ടവും പറഞ്ഞ് ഞങ്ങൾ അവിടെ കിടക്കുന്ന പാവങ്ങളാണെന്നല്ല. അവര് പോയി നിൽക്കുന്നത് റോഡിൽ എന്തിനാ നിൽക്കുന്നേ? അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ ചോദിക്കുന്നത്. അപ്പൊ പോലും പക്ഷെ അവിടെ അവരുടെ അത്രയും പോലും അന്തസ് കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരം വിൽക്കണമെന്നല്ല, നമ്മുടെ ശരീരത്തെ അധ്വാനത്തായിട്ട് വിൽക്കണം, അവർ ജോലി ചെയ്യണം. അധ്വാനമല്ലേ ശരിക്കും, അത് നിയമത്തിൽ ഉള്ളതാണ്. അത് ആ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ആളുകൾ ചെല്ലുക, എന്നിട്ടാണ്, അതായത് അവരുടെ അടുത്ത് ആള് ചെല്ലുന്നുണ്ടാവില്ല അവിടെ നിൽക്കുന്നത്. ആരും ഉറച്ച് ചെല്ലാതെ അവിടെ നിൽക്കൂല്ല. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളും അത് ലീഗലാണ്. പക്ഷെ അതെന്താ വെച്ചാൽ അത് ലീഗലാക്കി അവർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ഇടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ മുംബൈയിലൊക്കെ ഉള്ള മുംബൈയിലും ലീഗൽ അല്ലല്ലോ, അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിയമപരമായിട്ടാണോ കാശ് കൊടുത്ത് ചെയ്യല് ഇപ്പൊ എല്ലായിടത്തും പ്രശ്നമാണ്. പക്ഷെ കാശ് കൊടുത്ത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ഞാൻ ട്രാൻസ്ജെൻഡറിന്റെ അല്ല, കേരളം ട്രാൻസ്ജെൻഡേഴ്സിന് സൗഹൃദമാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? കേരളത്തിലെ ഞാൻ പറയട്ടെ, ഈ കൊറോണ സമയത്തിനും മുമ്പ് വരെ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് തൊട്ട് ശേഷം വരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇത് എവിടെയാണ് ട്വിസ്റ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഭയങ്കര എതിരാ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ അന്ന് ഒരുപാട് സപ്പോർട്ട്, ഞാൻ ആ വീഡിയോ സമയത്ത് ഒരു സപ്പോർട്ട് വന്നിട്ട് ഇത് എവിടെയാണ് പ്രശ്നം പറ്റുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇവർക്ക് വിദേശ ഫണ്ടുണ്ട്, അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിൽ ഒരു വിഭാഗം ആള് 2 വിഭാഗമായിട്ട് തിരിഞ്ഞിട്ട് ഇവർ നല്ല ആളുകളെ പോലെ ചീത്ത പറയിപ്പിക്കാനായിട്ട് ഒരു വിഭാഗം കാണുമായിരിക്കും. അവര് ചിലപ്പോൾ ഈ പറയുന്ന പോലെ പിടിച്ചു പറയും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരിക്കും. അവരായിരിക്കും മറ്റവരും കൂടെ പേര് കളയുന്നത്. എന്തോ അറിയത്തില്ല, ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പിന്നെ മനുഷ്യൻ ഏത് മനുഷ്യനാണെങ്കിലും ആ രീതിയിൽ നമ്മൾ കാണുക ഒരാൾക്ക് ഇടപെടുമ്പോൾ. പിന്നെ ഇവരുടെ അടുത്ത് ചെല്ലുന്നവരൊന്നും അത്രയ്ക്ക് നല്ല ഇതിനു വേണ്ടി ഒരിക്കലുമല്ല. ഇപ്പൊ ഇക്ക പറഞ്ഞു വൈറ്റ് കോളർ എന്ന് പറഞ്ഞു. വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞു, വലിയ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ പുലർച്ചെ സമയങ്ങളിലൊക്കെ ഈ വലിയ വലിയ ആഡംബര കാറുകളിൽ വന്നിട്ട് സുന്ദരിമാരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോകുന്നവർ. അപ്പൊ ഞാനത് എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് ഒന്നുകൂടി പ്രയോറിറ്റി കൂടുതൽ. അപ്പൊ ശരിക്കും അത് എന്താണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇവരാരും ഞാൻ കൊണ്ടുപോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ അറിയില്ല. എന്നാലും സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്നതല്ലേ എന്ന് പറയാൻ ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ഫീമെയില് അതുപോലെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത പെൺപിള്ളേർക്കിട്ട് ഭയങ്കര ഗ്ലാമർ ഉള്ള ആളുകളാണ്, തിരിച്ചറിയാനേ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഈ ട്വിസ്റ്റ് വന്നത് ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള കുട്ടികൾ അതുപോലെ തന്നെ കാണുമ്പോൾ അത്രയ്ക്ക്
അട്രാക്റ്റീവ് അല്ലാത്ത ആളുകൾ കാണും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ വലിയ വണ്ടിയിലൊക്കെ വന്ന് കൊണ്ടുവന്ന് പറയുമ്പോൾ ഈ ഭംഗിയുള്ള അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവർ തിളങ്ങി നിൽക്കുന്നവരെ ഓൾറെഡി കൊണ്ടുപോകാൻ ആളുണ്ട്, അവർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അല്ലാത്ത ആളുകളെ അവരാണ് ഈ റോഡിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിഭാഗം. ഇതായിരിക്കും ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ട്വിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ മറ്റവർക്ക് ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് നോക്കി അറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് പ്രായമുള്ള ആളുകളെ കാണാം ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷേ കേരളത്തിൽ കാണുന്നില്ല. നോക്കിയാൽ മതി. ഈ ട്രാൻസ്ജെൻഡർ കൾച്ചർ എനിക്കൊന്ന് കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ ഞാൻ ബോധേഡാവേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ചോദിക്കും നീ എന്തിനാണ് അവിടെ ഞാൻ, പക്ഷേ സമൂഹം എന്ന രീതിയിലും ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളിലും ഞാൻ കരുതുക. അതായത് നമുക്കൊരു പാരസിറ്റമോൾ, ഞാൻ ഈ പറയുന്ന വിഷയം എനിക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വിവാദമായിരിക്കാം. അതിന് വിവാദം എന്ന് പറയുന്നത് എനിക്ക് അറിവില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ ഞാനത് എടുത്ത് ഈ ഒരു സമൂഹത്തിലേക്ക് വെക്കുക. ഒരു പാരസിറ്റമോൾ പോലും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിന് പോകാനായിട്ട് ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ട്രാൻസ്ജെൻഡേഴ്സും അവർ 10,000 രൂപയുടെ ഹോർമോൺസ് ശരീരത്തിൽ ചെയ്യുന്നത്, മരുന്നുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു 25-30 വയസ്സ് 35 വയസ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ഒരു 50-കൾ 60-കൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ്? അപ്പൊ ചോദ്യം നീ എന്തിനാ ചിന്തിക്കുന്നത്? അവർ ജീവിക്കട്ടെ അവര്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ ഇവര് നമ്മൾ സഹോദരങ്ങളായിട്ട് കാണുമ്പോൾ ഞാൻ ആലോചിക്കുക. പക്ഷെ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഈ പറയുന്ന കൂട്ട് നമ്മൾ കൈ അടിച്ചിട്ട് കാശ് മേടിച്ച് പിച്ച എടുത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് പിച്ച എടുക്കുന്ന നമ്മൾ റോഡിൽ വന്നിരിക്കുന്ന അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഒരു ട്വിസ്റ്റ് വരുന്നത്. അവിടെ ഉള്ളവർക്ക് എനിക്ക് കൂടുതൽ ഹിജിഡ എന്ന് പറയുന്ന ഒരു കൾച്ചർ തന്നെ ഉണ്ട്. അവർ സർജറി ചെയ്യുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അവരങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവരിങ്ങനെ നടക്കും. പക്ഷെ ഇവിടെ അവർ സർജറി ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഇവരുടെ അവയവങ്ങൾ മാറ്റുന്നുണ്ട്. ഈ അവയവങ്ങൾ അതുപോലെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇവർക്ക് ഈ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത് കഴിഞ്ഞ് ഇവരുടെ ഒരു 40-കൾ 50-കൾ 60-കളിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ശരീരം തിരിച്ചടിക്കുക? അപ്പൊ ചോദിക്കും, ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്, ഒരു ഹോർമോൺസ് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ എന്താ പറയാ, സ്റ്റെറോയിഡ്സ് തെറ്റാണ്, ഒരു സംശയമില്ല അതില്, കുത്തിവെക്കുന്നില്ല, തെറ്റാണ്. ശരീരത്തിന് എന്ത് പുറത്തുനിന്ന് കൊടുക്കുന്നോ, പാരസിറ്റമോൾ പോലും നമ്മൾ മരുന്ന് നമ്മുടെ ശരീരം അപകടത്തിലാവാതിരിക്കാൻ കഴിക്കുന്ന ഒരു സാധനം. അങ്ങനെയുള്ള ആളുകൾ ഡെയിലി ഇത്ര ഹോർമോൺസ് അവരുടെ ശരീരത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ ആകുലതയുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ കാണുന്നില്ല. അവരെ കുറച്ച് നാളുകള് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തില് അവരെ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഇവരുടെ ഒരു 20-30 വയസ്സിനിടയുള്ള ആളുകളെ നമ്മൾ കാണുന്നത് ഫെയിമും അല്ല. നമ്മൾ ചിന്തിക്കണം, ആഫ്റ്റർ 20 years ഇന്ന് ഈ ഫെയിമായിട്ട് നിൽക്കുന്നത് അന്ന് യുവാക്കൾ കാണും. അപ്പൊ ഇവരുടെ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇവർ ഈ മരുന്ന് ഇത്രയും കഴിച്ചവർ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഇവർക്ക് ഫെയിമും കാര്യങ്ങളും കൊണ്ടുപോകാൻ ആളൊക്കെ ഉണ്ട്. റോഡിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. കാരണം ഇവർ മരുന്ന് ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ ആ ഒരു ഏജിൽ ഇവരെന്തായിരിക്കും ഇവർ സർവൈവ്? അതെനിക്ക് കാശുള്ളവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തു പോകാം. പക്ഷെ എല്ലാവർക്കും അന്ന് ഈ പറയുന്ന ഭംഗിയോ കാര്യങ്ങളോ നിലനിർത്താൻ പറ്റില്ല. പക്ഷെ അതെനിക്ക് വലിയ ആകുലതയുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ എടുത്തിടുമ്പോൾ ഞാൻ പറയുന്ന ഒരിക്കലും അവര് മരുന്ന് ചെയ്യരുതെന്നോ ഹോർമോൺ ചെയ്യരുതെന്നോ അല്ല. അവർക്ക് കൃത്യമായിട്ടൊരു പുനരധിവാസം വേണം. എനിക്കൊന്ന് മെട്രോയിൽ പോലും അവർക്ക് തൊഴിൽ കൊടുത്തിട്ട് അത് മാറ്റി പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അവർക്ക് സംവരണം കൊടുത്തിട്ട് അവർക്ക് തൊഴിൽ കൊടുത്തിട്ട് അവർക്ക്, അതായത് എല്ലാ കാലത്തും അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിലും ഒരു അസുഖം വന്നാലും അവരെയും ഈ പറയുന്നുള്ള പരിഗണിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് നിർത്തലാക്കി പോകണമെന്നൊന്നുമല്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവർ ചോദിക്കും, അങ്ങനെയെങ്കിൽ അവർ ചോദിക്കും, നീ പിള്ളേർക്ക് മാർക്കം ചെയ്യുന്നില്ലേ, അതെന്താ നീ കൊച്ചുകളുടെ കാത് കുത്തുന്നില്ലേ, ഒക്കെ അവർക്ക് ചോദ്യം ചോദിക്കാം. അപ്പോഴത്തേക്കും ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉത്തരവെല്ലാമായി വരട്ടോണ്ടിരിക്കേണ്ടി വരും. അതുപോലെ അവരുടെ ഇഷ്ടമുള്ള അവയവം, പക്ഷെ അവിടെയൊന്നും നമ്മൾ അവയവം റിമൂവ് ചെയ്യുന്നില്ല എന്നുള്ള വേറെ സത്യമുണ്ട്. പക്ഷെ അവർ അവയവം റിമൂവ് ചെയ്യുമ്പോൾ അത് അവരുടെ ഹാപ്പിനെസ് ആണ്, അവരുടെ ഇഷ്ടമാണ്. ഇവിടെ പറയുമ്പോഴും അവർക്ക് വേണ്ട ഒരു വിഭാഗങ്ങളിൽ എന്താ ഞങ്ങളെ പറ്റി. പക്ഷെ അവിടെയും ചിന്തിക്കേണ്ടത്, വ്യാകുലത തോന്നുന്നത് എനിക്ക് അവരെ അങ്ങനെ പിന്നെ എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പോലെ അപ്പുറത്തേക്ക് ഞാനൊരു ഓപ്ഷൻ ഉണ്ടാവണം. അതായത് അവരെയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അവർക്ക് അവരെ സർക്കാർ പരിഗണിക്കും. പക്ഷെ ചോദിക്കുക, എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ട്വിസ്റ്റ് വന്നത് എവിടുന്ന് അറിയത്തില്ല, ഇതിനൊരു മൂലകാരണം ഉണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും, രണ്ട് വിഭാഗം വന്നപ്പോഴത്തേക്കിനും അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് കുറച്ച് ആളുടെ എനിക്ക് മനസ്സിലായതാണ്, ഒരു ചേരിതിരിവുണ്ട് ഇവരുടെ ഭാഗത്ത്. ഒരു ആളുകൾ ഒരു വിഭാഗം, നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയത്തിലേക്ക് ആഴത്തിൽ അവരെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അവരുടെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ, അത് ട്രാൻസ് എന്നോ ഫീമെയിൽ എന്നോ മെയിൽ എന്നോ ഉള്ളതിലല്ല. ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവിടെ ആ മനുഷ്യനാണ് ഞാൻ ആഹാരം കൊടുക്കാൻ പോകുന്നത്. എനിക്കറിയാം, ആലപ്പുഴയിൽ ഒരിടത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ചെല്ലുവാണ്. അവരെ ഒരു പയ്യൻ കല്യാണം കഴിച്ചതാണ്, പേര് ഞാനിപ്പോ പറയുന്നില്ല. അവർ സർജറി ചെയ്തതാണ്. അറിയാമല്ലോ, ഇവരെ സർജറി ചെയ്യുന്ന പലരും നമുക്കറിയാം. സർജറി ചെയ്തതിന്റെ പേരിൽ മരിച്ചിട്ടുള്ള ട്രാൻസ് വുമൻസ് ഉണ്ട്. അതായത് എന്തോ ചെയ്തത് പറഞ്ഞാൽ കാശ് മേടിക്കും. ഇവർക്ക് സ്ത്രീ ആവണമെന്നുള്ള രീതിയിൽ ലിംഗം റിമൂവ് ചെയ്തിട്ട് അവരവിടെ ഇവർ ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അവർ കാശും കുറെ മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി സാധനം കണ്ടിച്ച് കളഞ്ഞ് തോന്നിവാസം കാണിച്ചു വെക്കും. ഇവർക്ക് മാത്രം പുറത്ത് പറയാൻ പറ്റും. കാര്യം വീടെതിര്, നാടെതിര്,
ഇവർ സ്ത്രീ ആവാൻ വേണ്ടി ചെയ്യുന്നത്. അതെ അതെ. ഇവർക്കൊന്നും പറയാനും പറ്റത്തില്ല, എന്നാൽ ഇത് ക്ലിയർ ആയതുമില്ല, മാനസികമായിട്ടും പ്രശ്നം, അവസാനം ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. വ്രണമൊക്കെ വന്നിട്ട് അങ്ങനെ എന്നിട്ട് ഈ പറയുന്ന ആലപ്പുഴ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ സസ്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഈ പെൺകുച്ചിനെ കല്യാണം കഴിച്ചു. ഈ ട്രാൻസ് വുമണായ പെൺകുച്ചൻ. ആ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു അപ്പൂപ്പൻ, ഈ പയ്യന്റെ അച്ഛൻ, അമ്മ, ഈ പയ്യൻ, ഈ പെൺകൊച്ച്. ഒരു തറ മണ്ണ, കടമണ്ണാണ്, കായലിന്റെ സൈഡിൽ തറ മണ്ണ്, ഒരു ഷീറ്റ് അടിച്ച് ഒറ്റ റൂം. ഈ 5 പേര് അതിനകത്ത് കിടക്കുന്നത്. വെള്ളം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ സ്കൂളിൽ പോകണം. ആ അവസ്ഥയിൽ ഈ പെൺകൊച്ചിന്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രാൻസ് വുമണാണ്, അവർക്ക് ലിംഗം റിമൂവ് ചെയ്യുന്നതാണ്, അവിടെ ഒരു ഹോള് മാത്രമാണ്. എന്നിട്ട് ഇവർ മൂത്രം ഒഴിക്കാൻ നേരത്ത് പോയി ഇരുന്നിട്ട് പിന്ന് വെച്ചിട്ട് അവരുടെ അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കണം, ഹോളിന്ന് വലുതാക്കി കൊടുക്കണം. അതിലേക്കൂടെ മൂത്രവും പഴുപ്പും ചലവും കൂടെ വെളിയിലോട്ട് വരുന്നത്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്ന പറഞ്ഞാൽ അവർ മൂത്രം ഒഴിക്കാനായിട്ട് പോയി അയ്യത്തായിരിക്കുന്നത്, എന്നിട്ട് ഇവര് ഇവിടെ ഇങ്ങനെ ആക്കി കൊടുത്ത് പഴുപ്പും വെള്ളം കൂടെ വെളിയിലോട്ട് ചാടുമെന്ന് പറഞ്ഞില്ലേ. എന്റെ സൈഡിലുള്ള മരത്തിൽ ഒരു പിടിക്കുമെന്ന് പറഞ്ഞില്ല. എനിക്ക് ആ അവസ്ഥ പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ട് ഈ ചെടിയും കൂടെ പിഴുതെടുത്തോണ്ട് ഇവർ വെളിയോട്ട് വരുന്നു. അത്രയ്ക്ക് വേദന ഇവർ സഹിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ ആഫ്റ്റർ ഞാൻ 2-3 വർഷമായി വിഷയം ചെയ്തിട്ട് അവരുടെ അവസ്ഥ എന്തായിരിക്കും പിന്നീട്? എനിക്ക് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ, അവരെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിക്കാനായിട്ട് എനിക്ക് കോൺടാക്ട് നമ്പർ അന്ന് എന്നെ മെസ്സേജ് അയക്കുക ചെയ്തത്. അത് നമുക്കത് റീച്ച് ആയില്ല. ഞാൻ മെസ്സേജ് അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ പയ്യന്റെ അടുത്ത് പെൺകുട്ടി പോയി കൊല്ലത്ത് എവിടെയാന്ന് അറിഞ്ഞു. പിന്നെ എനിക്കൊന്നും പറ്റിയില്ല. അതൊരു ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കൂട്ടൊന്നും അല്ല, നമുക്ക് സർജറി ചെയ്തവരുടെ ജീവിതം. പിന്നെ അത് പുറത്ത് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഒരു അനന്യകുമാരി അല്ലേ അവർ ആത്മഹത്യ ചെയ്തത്. അവരുടെ വീട്ടിന്റെ അവിടെ ആത്മഹത്യ ചെയ്ത് അടക്കിയ സമയത്തൊക്കെ പോയിട്ടുള്ളതാ. അവരുടെ അവസ്ഥ ഇത് തന്നെ ആയിരുന്നു. കാര്യം സമൂഹം ഒത്തിരി അവഗണിക്കുന്ന സ്ത്രീ, അവര് സ്ത്രീയാന്ന് തോന്നിയിട്ടാണെന്നല്ല അവർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സമൂഹം അംഗീകരിക്കുന്നില്ല, അവർ ശരീരം അവർക്ക് ഓക്കെ ആയി വരുന്നില്ല. ഈ ഹോസ്പിറ്റൽ ഇവർ കാശ് മേടിച്ചുകൊണ്ട് ഇവർ ചതിച്ചു എന്ന് കാണുമ്പോൾ അവർ ഉണ്ടാവുന്ന അവസ്ഥ ഒരു ഹോളാണ് നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്ത് പലരുടെയും. അത് പഴുപ്പ് വന്ന് നമ്മളതിന്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി ആ ഒരു അവസ്ഥ കണ്ടിട്ട്. വലിയ വലിയ ഹോസ്പിറ്റലുകളാണ്, എറണാകുളത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകളാണ് സർജറി ചെയ്യുന്നത്. ആരും ആ ഹോസ്പിറ്റലിന്റെ പേര് പോലും പറയുന്നില്ല. അപ്പൊ അതിനെതിരെയൊക്കെ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കണം. ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെയാണല്ലോ നമ്മൾ അവരുടെ സ്ഥലത്തൊക്കെ പോകുന്നത്. അതെ അതെ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളത് വീഡിയോ ചെയ്തു. നമുക്ക് പറയുന്ന ഒരു പരിധി ഉണ്ടല്ലോ, നമുക്ക് ഇവരുടെ കൂടെ നിൽക്കാം എന്നുള്ളതിലപ്പുറത്തേക്ക് ഇതിന് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊന്നും ഗവൺമെന്റ് അല്ലല്ലോ, അവരാണ് ഒരു ഇത് എടുക്കേണ്ടത്. പിന്നെ ഇതിലെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് കാശ് കൊടുക്കുന്നു, ചെയ്യുന്നു, അപ്പുറത്തേക്ക് പലരും രഹസ്യമായിട്ടൊക്കെ പോയി ചെയ്യുന്നു. പക്ഷെ അത് ഇവർ പറയത്തുമില്ല, ഇത് ഞങ്ങൾക്ക് സക്സസ് ആയില്ല. കാരണം ഞാൻ പറഞ്ഞു, ഈ 2 വിഭാഗം ആളുകൾ ചിലർ തന്നെ ഇവരെ കളിയാക്കാൻ നിൽക്കും. അവരുടെ കുടുംബവും സമൂഹവും ഒക്കെ ഒറ്റപ്പെടുത്താൻ നിൽക്കുമോ, നീ അത് പോയി ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ. അത് എനിക്കത് ഓർക്കാൻ പോലും വേറെ പറച്ചിലൊക്കെ അത് ഭയങ്കര അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂത്രം ചുടിച്ചിൽ വരുമ്പോൾ പോലും വെള്ളം കുടിക്കാതിരുന്ന് വരുമ്പോൾ പോലെയുള്ള ബുദ്ധിമുട്ട്, മൂത്രം പോകാതിരിക്കുമ്പോൾ എന്ത് അവസ്ഥയായിരിക്കും ആ കഷ്ടം. അപ്പൊ അവരൊക്കെ നമ്മൾ അവരുടെ മുന്നിട്ട് നോക്കണ്ടേ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നോക്കണ്ടേ. അവിടെ വന്ന് നിന്നുകൊണ്ട് നമ്മൾ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇവരൊക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും, ഒരു മന്തിയുടെ കാര്യത്തിലും ഒരു സിനിമാ തിയേറ്ററിൽ പോകാത്തതിന്റെ കാര്യത്തിലും ഇവരെ കണ്ട് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അവരെന്റെ മുന്നിലുള്ള മാതൃകകൾ.